സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ മൊയ്തീൻകുട്ടി ഉസ്താദ് അവറുകൾ വരുന്നുണ്ട്. ഉസ്താദ് വരുന്നതിൻ്റെ മുമ്പ് ഉള്ള ഏതാനും സമയങ്ങളാണ് എനിക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. ഉസ്താദ് വരുന്നതിന് മുമ്പ് തന്നെ ഒരു കാര്യം പറയാണ്, എക്കോ ഒഴിവാക്കിയില്ലെങ്കിൽ ഉസ്താദ് എന്തായാലും ചൂടാവും. അതൊരാളെ കളിയാക്കുന്ന പരിപാടിയാണെന്നാണ് മൂപ്പര അഭിപ്രായം. അപ്പോൾ അതുകൊണ്ട് എക്കോ ഒഴിവാക്കിയിട്ട് ശബ്ദം കൂട്ടി വെച്ചോളി. അങ്ങനെ ഡോറ് തുറന്നില്ല, എങ്ങനെ എന്ത് ചെയ്താലും ഈ സാധനം ഇല്ലല്ലോ, ഇവിടുത്തെ മുഴക്കല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ മതി. ഉസ്താദ് പറയുന്നത് വേറൊരു കാര്യം കൂടി ഉണ്ട്, അതുകൂടി കൂട്ടത്തിൽ പറയാം. ഈ മാറാകുക എന്ന് പറഞ്ഞാൽ എതിരാകുക എന്നുള്ള അർത്ഥം. അപ്പോൾ അള്ളാഹു നമ്മളെ സ്വർഗത്തിൽ കടത്തും മാറാവട്ടെ എന്ന് പറഞ്ഞാൽ പറയണതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അതിൻ്റെ അർത്ഥം. പക്ഷെ മലയാളത്തിൽ അങ്ങനെ ഒരു പ്രയോഗമൊക്കെ ഉണ്ട്, ദൈവമേ കൈത്തൊഴാം കാക്കുമാറാകണം. എന്നാലും അതൊരു ദ്വാരക്കുമ്പോൾ അതൊരു അദബിനെതിരാണെന്ന് തോന്നുന്നുണ്ട്, മാറാവുക എന്നുള്ള പ്രയോഗം. പിന്നെ എന്നുള്ള പ്രയോഗമൊക്കെ അധികം ക്രിസ്ത്യാനികളിലുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് പഠിച്ചോനെ ഞങ്ങൾ സ്വർഗത്തിൽ കടത്തണേന്ന് തന്നെ പറഞ്ഞാൽ മതി, ഇതിൻ്റെ മാറാക്കണത് അതിൻ്റെ ഒരു ആവശ്യമില്ലല്ലോ, പുറത്തു തരും മാറാവട്ടെ. അപ്പോൾ അതുകൊണ്ട് നമ്മളൊക്കെ പ്രത്യേകിച്ച് നിങ്ങളുടെ കൂട്ടത്തിലൊക്കെ ചെറുങ്ങനെയെങ്കിലും പ്രഭാഷണം തുടങ്ങുന്ന ആൾക്കാരുണ്ട്, എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ആ പ്രയോഗം നമ്മൾ തുടക്കത്തിലേ ഒഴിവാക്കിയാൽ അത് നന്നാവും. കൂട്ടത്തിൽ ഓർമ്മ വന്നപ്പോൾ പറയാണ്, ഇങ്ങനെ ആവർത്തിച്ചു വരുന്ന ചില പ്രയോഗങ്ങളുണ്ട്. അപ്പോൾ നമ്മളൊക്കെ വേദികളിൽ അധികവും ആവർത്തിച്ചു വരുന്ന ഒരു പ്രയോഗമാണ് വളരെ കൃത്യമായി എന്നുള്ളൊരു പ്രയോഗം. ഒരാൾ പ്രസംഗിക്കാൻ നിന്നാൽ ഒരു 10 വട്ടെങ്കിലും വളരെ കൃത്യമായി എന്നാണ്. അപ്പോൾ എന്താ അപ്പോൾ ഇതിലൊരു കൃത്യത കുറവുണ്ടോ എന്ന് തോന്നിപ്പോവും. അപ്പോൾ അത് ഇങ്ങനെയുള്ള ചില വാക്കുകളൊക്കെ ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താണ്. ഇതൊക്കെ ഉസ്താദ് പറയുന്ന ഓരോ കാര്യങ്ങളാണ്. മുമ്പ് ഇങ്ങനത്തെ കുറേ കാഴ്ചപ്പാടുകളുള്ള ഒരാളാണ്. എല്ലാം കൂടി ഒപ്പം പറയില്ല എന്നുള്ളൂ, ഓരോന്നോരോന്നേ പറയുള്ളൂ എന്നുള്ളത്. അത് കുറേ ഉസ്താദിൻ്റെ ഒപ്പം നടന്നാൽ ഇങ്ങനെ കുറേ സംഗതികൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ വിഷയത്തിലേക്ക് വരാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വൽ എന്ന 1-ാം വസന്തമാസത്തിലേക്ക് കടക്കാൻ ഇനി 2 ദിവസമുള്ളത്. ഇന്ന് സഫർ 28, നാളെ എന്തായാലും ഉറപ്പ് 29, മറ്റന്നാൾ റബീഉൽ അവ്വലാണോ 30 എന്നതിൽ സംശയമാണ്. എത്ര പഠിച്ചാലും അവസാനിക്കാത്ത ഒരു വിഷയമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. 1400 കൊല്ലം കഴിഞ്ഞിട്ട് ഇന്നലെയും നബിതങ്ങളെക്കുറിച്ചുള്ള ഒരു പുസ്തകത്തിൻ്റെ പ്രകാശന പരസ്യം പത്രത്തിൽ കണ്ടിരുന്നു. അപ്പോൾ ഇപ്പോഴും ആൾക്കാർ എഴുതും വായിക്കും ചെയ്യുന്നതാണ് എന്നർത്ഥം. എത്ര പഠിച്ചാലും ഖിയാമത്ത് നാൾ 1-ാം തീയതി വരെ പഠിച്ചാലും ആ ഒരു വിഷയം തീരൂല. പക്ഷെ നമ്മൾ വൈവിധ്യമായ മേഖലകൾ പഠിക്കുന്നതിന് പകരം ചില ആവർത്തനങ്ങൾ അവലംബിക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. റബീഉൽ അവ്വൽ 12 ആകുമ്പോൾ നമ്മളൊക്കെ നാടുകളിൽ കുട്ടികളുടെ നബിദിന പരിപാടി ഉണ്ടാവും. ഒക്കെ പഴയ കേട്ട പ്രസംഗങ്ങൾ തന്നെ ഇക്കാരം. പിന്നെ ഭൂമുഖത്തുള്ള വിഗ്രഹങ്ങൾ തലകുത്തി വീണതും സാവാ തടാകം വറ്റി വരേണ്ടതും, ഇങ്ങനെ പുതിയതായിട്ടുള്ള പഠനങ്ങൾ ആരും അവതരിപ്പിക്കുന്നത് കേൾക്കാറില്ല. നമ്മളൊക്കെ അങ്ങനെയുള്ള ഓരോ വിഷയങ്ങളിലേക്ക് തിരിയേണ്ടതുണ്ട്. എനിക്ക് തോന്നിയിട്ടുണ്ട് കുട്ടികളുടെ പ്രവാചകൻ എന്ന് പറഞ്ഞിട്ട് ഒരു വിഷയം ഇതുവരെ പഠിച്ചിട്ടില്ല. എല്ലാ പുണ്യവാളന്മാരുടെയും കുട്ടിക്കാലം പഠനം നടത്തിയിട്ടുണ്ട്. ഉണ്ണി യേശു പഠനം നടത്തപ്പെട്ടൊരു വിഷയമാണ്. ഉണ്ണി കണ്ണൻ പഠനം നടത്തപ്പെട്ടൊരു വിഷയമാണ്. ഉണ്ണി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠനം നടക്കാത്തൊരു വിഷയമായിപ്പോയി. സൂറത്തുൽ ഇൻഷിറാഹിന് ബഹുമാനപ്പെട്ട മുഹമ്മദ് സദിരി റളിയല്ലാഹു അൻഹു എഴുതിയൊരു തഫ്സീറുണ്ട്. അതിൽ വറഫഅനാ ലക ദിക്റക എന്ന ആയത്തിൻ്റെ തഫ്സീർ കാണാം. വറഫഅനാ ലക, നബിയെ നിങ്ങൾക്ക് നാം ഉയർത്തിയിരിക്കുന്നു, ദിക്റക നിങ്ങളുടെ ഓർമ്മയെ നാം ഉയർത്തിയിരിക്കുന്നു. പുണ്യനബിക്ക് ഭയങ്കര ഓർമ്മശക്തിയായിരുന്നു എന്നാ. ആദ്യം മദീനയിലേക്ക് പോകുന്നത് 6-ാമത്തെ വയസ്സിലാണ്. അന്ന് കൂടെയുണ്ടായിരുന്നത് ഉമ്മയായ ആമിന ബീവിയും സുവൈബത്തുൽ അസ്ലമിയ എന്ന അടിമ സ്ത്രീയുമാണ്. 6-ാമത്തെ വയസ്സ് എന്ന് പറഞ്ഞാൽ ഓർമ്മ തുടങ്ങണതിൻ്റെ മുന്നുള്ള കാലമാണ്. നമുക്കൊന്നും നമ്മൾ 6-ാമത്തെ വയസ്സ് ഓർമ്മയില്ല. പിന്നെ നബിതങ്ങൾ മദീനയിലേക്ക് പോകുന്നത് 53-ാമത്തെ വയസ്സിലാണ്. 53-ാം വയസ്സിൽ ഓർമ്മ തെറ്റ് തുടങ്ങുന്ന കാലമാണ്. അപ്പോഴേക്ക് ഓർമ്മയൊക്കെ ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലമാണ്.
53-ാമത്തെ വയസ്സിൽ മദീനയിലേക്ക് പോകുമ്പോൾ 6-ാമത്തെ വയസ്സിൽ പോയ അന്ന് കണ്ട ആളുകളെ കുറിച്ച് പറഞ്ഞു. 53-ാം വയസ്സിൽ പോകുമ്പോൾ സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു കൂടെയുണ്ടായിരുന്നു. സിദ്ദീഖേ, ഈ കാണുന്ന മലഞ്ചെരുവിലാണ് ഞാൻ ആടിനെ നോക്കിയത്, ആ കാണുന്ന കുളത്തിലാണ് ഞാൻ നീന്താൻ പഠിച്ചത്, അന്ന് എൻ്റെ കൂടെ ഇന്ന ഇന്ന ആളുകളൊക്കെയാണ് ഉണ്ടായിരുന്നത്. ഓരോന്നിങ്ങനെ പേരെടുത്ത് പറഞ്ഞ് വിശദീകരിച്ചു കൊടുത്തു. 6-ാമത്തെ വയസ്സിൽ പറഞ്ഞത് നബി തങ്ങളുടെ ഓർമ്മ 6-ാം വയസ്സ് വരെ ഒന്നുമല്ല കേട്ടോ, അതിനപ്പുറത്തേക്കും പോകുന്നുണ്ട്. ഉമ്മയുടെ വയറ്റിലായിരുന്നപ്പോൾ എൻ്റെ അവസ്ഥ ഇങ്ങനെയായിരുന്നു. നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ കൂടെ ഞാൻ കപ്പലില്ലായിരുന്നു. കുന്തു നബിയൻ വൽ ആദമു ബൈനൽ മാഇ വത്തീൻ. ആദം നബി അലൈഹിസ്സലാം മണ്ണും ചളിയുമായി സ്വർഗത്തിൻ്റെ ചെരുവിൽ കിടക്കുന്ന സമയത്ത് അള്ളാഹു എന്നെ നബിയായി നിയോഗിച്ചിട്ടുണ്ടായിരുന്നെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ബാക്കിൽക്ക് മുന്നുക്ക് ഓർമ്മയുണ്ട് എന്നുള്ളതാണ് നബി തങ്ങളുടെ പ്രത്യേകത. വരാൻ പോകുന്നത് ഓർമ്മയുണ്ട്. നമുക്കൊക്കെ സാധാരണ ബാക്കിൽക്കാണ് മാക്സിമം അധ്വാനിച്ചാൽ ഓർമ്മിക്കാൻ കഴിയാം. എന്നാൽ നബി തങ്ങളുടെ ഓർമ്മ മുന്നോട്ടും പോകുന്നുണ്ട്, മുന്നിലേക്കും പോകുന്നുണ്ട്. ഫാത്തിമ, ഞാൻ മരണപ്പെട്ടാൽ എൻ്റെ കുടുംബത്തിൽ നിന്ന് ആദ്യമായി മരണപ്പെടുന്നത് നീയായിരിക്കും ഫാത്തിമ. ബാക്കിൽക്കാണ്, മുന്നോട്ടാണ്. ഒരു സഹാബി വര്യൻ വന്നിട്ട് ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, എനിക്ക് മഹ്ശറയിൽ വെച്ച് നിങ്ങളെ കാണണം നബിയെ, ഞാൻ എവിടെയാണ് അന്വേഷിക്കേണ്ടത്? പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഹൗദുൽ കൗസർ എന്ന പാനീയം വിതരണം ചെയ്യുന്ന സ്ഥലത്ത് ഞാനുണ്ടായിരിക്കും സഹാബ, നിങ്ങൾ അവിടെ എന്നെ അന്വേഷിക്കണം. ആ സഹാബി വര്യൻ ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, ഹൗദുൽ കൗസറിൻ്റെ അടുക്കൽ നിങ്ങളെ കണ്ടില്ലെങ്കിൽ ഞാൻ എവിടെയാണ് അന്വേഷിക്കേണ്ടത്? എനിക്ക് എന്തായാലും നിങ്ങളെ കണ്ടേ പറ്റുള്ളൂ. സഹാബ, മീസാനിൻ്റെ അടുക്കൽ ഞാനുണ്ടായിരിക്കും, അവിടെ നിങ്ങൾ എന്നെ അന്വേഷിക്കണം. അള്ളാൻ്റെ റസൂലേ, മീസാൻ്റെ അടുക്കൽ നിങ്ങളെ ഞാൻ കണ്ടില്ലെങ്കിൽ എവിടെയാ ഞാൻ അന്വേഷിക്കുക? സഹാബ, ആളുകളുടെ നന്മതിന്മകൾ തൂക്കുന്ന സ്ഥലത്ത് എന്നെ നിങ്ങൾ കണ്ടില്ലെങ്കിൽ സിറാത്ത് പാലത്തിൻ്റെ അടുക്കൽ ഞാൻ എന്തായാലും ഉണ്ടായിരിക്കും സഹാബ. അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി. മീസാൻ്റെ അടുത്ത് എന്ന് പറഞ്ഞത് ഉമ്മയും വാപ്പയും മക്കളെ ഓർക്കാത്ത സ്ഥലമാണ്. ഉമ്മയും വാപ്പയും മക്കളെ ഓർക്കാത്ത സ്ഥലമാണ് മീസാൻ. മക്കൾക്ക് മാതാപിതാക്കളെ ഓർമ്മ വരും, പക്ഷെ അത് സ്വർഗത്തിലെത്തിയതിന് ശേഷമുള്ളൂ. മാതാപിതാക്കൾക്ക് മക്കളെ ഓർമ്മ വരും, പക്ഷേ അത് സ്വർഗത്തിലെത്തിയതിന് ശേഷമുള്ളൂ. ശുഹദാക്കളും ഔലിയാക്കളും മക്കൾക്ക് മാതാപിതാക്കളും ഒക്കെ ശഫാഅത്ത് ചെയ്യും. അത് ഫരീഖും ഫിൽ ജന്നത്തി ഫരീഖും ഫി സഈർ എന്ന് തീരുമാനിക്കപ്പെട്ടതിന് ശേഷമാണ്. ഒരു ഭാഗം നരകത്തിലേക്കും ഒരു ഭാഗം സ്വർഗത്തിലേക്കും എന്ന് തീരുമാനിച്ചിട്ട് സ്വർഗത്തിൻ്റെ ആൾക്കാരൊക്കെ സ്വർഗത്തിലെത്തിയാൽ വാപ്പാനെ കാണാൻ ചെല്ലോ എന്ന് പറഞ്ഞ് തിരഞ്ഞു നോക്കും. അപ്പോൾ കാണൂല, അപ്പോൾ ശഫാഅത്ത് ചെയ്യും. എന്നാൽ നരകാവകാശി നരകത്തിലേക്ക് പോകുന്നതിന് മുമ്പ് രണ്ട് വ്യക്തികളാണ് ശഫാഅത്ത് ചെയ്യുക. ഒന്ന് വിശുദ്ധ ഖുർആന്റെ ശഫാഅത്താണ്. എല്ലാ ശഫാഅത്തുകളും നരകത്തിൽ ചാടിയവന് രക്ഷപ്പെടാനാണെങ്കിൽ വിശുദ്ധ ഖുർആൻ അതിൻ്റെ അഹ്ലുകാർക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യുന്നത് നരകത്തിൽ ചാടാതിരിക്കാനായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഖുർആന് മാത്രമേ ഉള്ള പ്രത്യേകത, ബാക്കിയൊക്കെ ചാടിയതിൻ്റെ ശേഷമുള്ള ശഫാഅത്താണ്. രണ്ടാമത്തേത് പുണ്യനബിയുടെ ശഫാഅത്താണ്. സ്വർഗത്തേക്ക് ആദ്യത്തെ ടിക്കറ്റ് കിട്ടിയിട്ട് പിന്നെ സിറാത്ത് പാലത്തിൻ്റെ അടുത്ത് ഒരേ ഒരു മനുഷ്യനെ തിരിഞ്ഞു നിൽക്കുള്ളൂ. ഓർമ്മയാണത്, നിൻ്റെ ഉമ്മത്ത് ആരെങ്കിലും വരാൻ ബാക്കിയുണ്ടോ? ആ സമയത്ത് മക്കൾ മാതാപിതാക്കളെ ഓർക്കാത്ത സമയത്ത് ഉമ്മത്തിനെ നോക്കി തിരിഞ്ഞു നിൽക്കും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാനത്തെ ആളും സ്വർഗത്തിൽ പോയതിന് ശേഷം മാത്രം വലത്തെ കാല് വെച്ചിട്ട് സ്വർഗത്തിൽ കയറും. അത്ര ഓർമ്മശക്തിയുള്ള വേറെ ആരുമില്ല എന്നതാണ്. നമ്മൾ നമ്മുടെ ജീവനേക്കാൾ ഉപരിയായി നബിതങ്ങളെ സ്നേഹിക്കണം.
ജീവനേക്കാൾ ശരിക്ക് പോരട്ടോ, ശരീരത്തേക്കാൾ തന്നെ ഉപരിയായി സ്നേഹിക്കണം. നമ്മുടെ അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, നബിതങ്ങൾ മുഅ്മിനീങ്ങളോട് സ്വന്തം ശരീരത്തേക്കാൾ ബന്ധപ്പെട്ടതാണ്. ഹുബ്ബ് രണ്ട് തരത്തിലുണ്ട് എന്നാണ്. ഒന്ന് ഉണ്ടാക്കിയാൽ ഉണ്ടാവുന്നതുണ്ട്, ഒന്ന് ഉണ്ടാക്കാതെ ഉണ്ടാവുന്നതുണ്ട്. ഉണ്ടാക്കിയാൽ ഉണ്ടാകുന്ന സ്നേഹത്തിന് ഫിആലിയായ സ്നേഹം എന്ന് പറയും. ഉണ്ടാക്കാതെ ഉണ്ടാകുന്ന സ്നേഹത്തിന് ഇൻഫിആലിയായ സ്നേഹം എന്നാണ് പറയാം. നബിതങ്ങളോടുള്ള സ്നേഹം നമ്മൾ ഉണ്ടാക്കേണ്ടതല്ല, ഉണ്ടാക്കാതെ ഉണ്ടാവേണ്ടതാണ്. ഉണ്ടാക്കാതെ ഉണ്ടാവണം. ഉണ്ടാക്കാതെ ഉണ്ടാവാൻ എല്ലാവർക്കും കഴിഞ്ഞുകൊള്ളണമെന്നില്ല. കഴിയാത്തവർ ആദ്യം ഉണ്ടാക്കണം, പിന്നെ സ്നേഹിക്കാതിരിക്കാൻ കഴിയുന്നില്ല എന്ന അവസ്ഥയിലേക്ക് എത്തണം. ചിലർക്ക് നേരത്തെ തന്നെ ഉണ്ട്. സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഉണ്ടാക്കാതെ തന്നെ ഉണ്ടായ ആളാണ്. ജാഹിലിയ്യ കാലഘട്ടത്തിൽ പോലും ശിർക്ക് ചെയ്യാത്ത ആളാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നബിതങ്ങൾക്ക് നുബുവത്ത് കിട്ടുന്ന സമയത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നാട്ടിലുണ്ടായിരുന്നില്ല. അദ്ദേഹം കച്ചവടത്തിന് പോയതായിരുന്നു. കച്ചവടം കഴിഞ്ഞ് മടങ്ങി വന്നപ്പോൾ അബൂജാഹിൽ ചെന്നു. കച്ചവടം എന്ന് പറഞ്ഞാൽ അന്നത്തെ കച്ചവടം രണ്ട് തലയ്ക്കും കച്ചവടമാണ്. എന്ന് പറഞ്ഞാൽ മക്കത്തിൽ നിന്ന് അവിടെയുള്ള എല്ലാ വിഭവങ്ങളെയും ശേഖരിച്ച് സിറിയയിലേക്കോ പേർഷ്യയിലേക്കോ ഒക്കെ പോകും. അങ്ങനെ ഈ സാധനം അവിടെ വിറ്റതിന് ശേഷം മക്കയിലില്ലാത്ത സാധനങ്ങൾ അവിടെ നിന്ന് വാങ്ങി ഇങ്ങോട്ടും വരും. കച്ചവട സംഘം തിരിച്ചെത്തിയാൽ തിരിച്ചെത്തുന്ന ദിവസം ചന്തയായിരിക്കും. ആ ചന്ത കൂടി കഴിഞ്ഞെങ്കിൽ മാത്രമേ കച്ചവടം അവസാനിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ കച്ചവട സംഘം തിരിച്ചെത്തുന്ന ദിവസം വലിയ ആഘോഷമായിരിക്കും. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കച്ചവടം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അബൂജാഹിൽ അടുത്ത് എന്നിട്ട് മെല്ലെ സ്വകാര്യത്തിൽ വിളിച്ചുകൊണ്ടുപോയിട്ട് വിവരം എന്തേലും അറിഞ്ഞോ എന്ന് ചോദിച്ചു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താ വിവരം എന്ന് ചോദിച്ചു. എന്താ വിവരം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, മുഹമ്മദ് ഇപ്പോൾ അള്ളാൻ്റെ റസൂലായിട്ട് വന്നിക്കാത്രേ എന്ന് പറഞ്ഞു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, മുഹമ്മദ് നബി അങ്ങനെ പറഞ്ഞോ എന്ന് ചോദിച്ചു. അതെ, മുഹമ്മദ് അങ്ങനെ പറഞ്ഞിരിക്കുന്നു പറഞ്ഞു. എന്നാൽ അബൂബക്കർ അതുകൊണ്ട് വിശ്വസിക്കണമെന്ന് പറഞ്ഞു. അതാണ് സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ. ഇൻഫിയാലിയായ സ്നേഹമാണ്. അതങ്ങോട്ട് ഒഴിവാക്കാൻ കഴിയണില്ല. അവിടെയാണ് ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആരെങ്കിലും നബിതങ്ങൾ വഫാത്തായി എന്ന് പറഞ്ഞാൽ അവൻ്റെ ഉടലിൽ നിന്ന് തല ഞാൻ വേർപ്പെടുത്തും എന്ന് പറഞ്ഞിട്ട് ആയിഷ ബീവിൻ്റെ വീടിൻ്റെ മുമ്പിൽ കാവൽ നിന്നത് ഇൻഫിയാലിയാണ്. അങ്ങനെയാണ് നമുക്ക് ആവേണ്ടത്. അങ്ങനെ ആവണമെങ്കിൽ നബിതങ്ങളുടെ ആദർശം പഠിച്ചുകൊണ്ട് കാര്യമില്ല, നബിതങ്ങളുടെ ശരീരം തന്നെ പഠിക്കണം. ഇമാം തുർമുദി റളിയല്ലാഹു അൻഹുവിനെ ഷമാഇൽ എന്ന് പറഞ്ഞൊരു കിതാബുണ്ട്, ഷമാഇൽ തുർമുദി. നബിതങ്ങളുടെ ശരീരമാണ് അതിൽ പറഞ്ഞത് മുഴുവൻ. അള്ളാൻ്റെ റസൂലിൻ്റെ താടി എങ്ങനെയായിരുന്നു, മീശ എങ്ങനെയായിരുന്നു, കണ്ണെങ്ങനെയായിരുന്നു, കണ്ണിൻ്റെ പുരികങ്ങൾ എങ്ങനെയായിരുന്നു, ഓരോന്നും പറയാണ്. ശരിക്കും അതന്നെ പഠിക്കണം, നബിതങ്ങളുടെ ശരീരം. എന്നാലുള്ളൂ അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, നബിതങ്ങൾ മുഅ്മിനീങ്ങളോട് ശരീരത്തേക്കാൾ ബന്ധപ്പെട്ടതാണെന്നല്ലേ നമുക്ക് മനസ്സിലാവുള്ളൂ. ശരീരത്തേക്കാൾ എങ്ങനെയാണ് ബന്ധം തീരണമെങ്കിൽ ശരീരം തന്നെ പഠിക്കണം. നബിതങ്ങളുടെ കണ്ണിൻ്റെ പുരികങ്ങൾ റാ എന്ന അക്ഷരം പോലെ വളഞ്ഞതായിരുന്നു. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കണ്ണിൻ്റെ ഉള്ളിലുള്ള വെളുത്ത ഭാഗം അതിശക്തമായി വെളുപ്പുള്ളതായിരുന്നു. ആ വെളുപ്പ് നിറത്തിലുള്ള കൃഷ്ണമണി കറുകറുത്തതായിരുന്നു. മുടികൾ തിങ്ങി നിറഞ്ഞതും കറുപ്പുള്ളതുമായിരുന്നു. താടിരോമങ്ങൾ കറുകറുത്തതാണ്. തൊട്ടടുത്ത് നിന്ന് ഒരാൾ സംസാരിക്കുമ്പോൾ താടിരോമത്തിൻ്റെ ഉള്ളിലൂടെ ശരീരത്തിൻ്റെ നിറം കാണുമായിരുന്നു. അധികം നീളമുള്ളവരോ കുറിയവരോ അല്ല, ചുവപ്പ് കലർന്ന വെളുപ്പ് നിറമാണ് നബിതങ്ങൾക്കുള്ളത്. ചെറിയ കുട്ടികളുടെ നഖത്തിൻ്റെ നിറം, അതാണ് നബിതങ്ങളുടെ നിറം. ചെറിയ കുട്ടികളുടെ നമുക്കൊക്കെ ഉണ്ടാവും, ചെറിയ കുട്ടികളിൽ പ്രത്യേകിച്ച് കാണുന്ന നഖത്തിൻ്റെ നിറമായിരുന്നു നബിതങ്ങളുടെ നിറം. ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, ചുവന്ന നിറത്തിലുള്ള റോസാപ്പൂവിൻ്റെ വാസനയാണ് നബിതങ്ങളുടെ വിയർപ്പിനുണ്ടായിരുന്നത്. പെരൻ്റെ മുമ്പിൽ റോസാപ്പൂവിൻ്റെ ചെടി കൊന്ന് കുഴിച്ചിടുമ്പോൾ
അള്ളാഹുവെ പുണ്യനബിയുടെ ശരീരത്തിൻ്റെ വാസന ഇതിനുള്ളതുകൊണ്ടാണ് ഞാനിതിവിടെ കുഴിച്ചിരുന്നത് എന്ന് നിയ്യത്ത് ചെയ്താൽ മഹബത്താവും.